ക്ഷേമ പെൻഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടിയായി എന്ന് പല കോണുകളിൽ നിന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഭരണപരമായിട്ടുള്ള ദൗർബല്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് പ്രധാനമായിട്ടും CPM-ന്റെയും CPI-യുടെയും ഒക്കെ ഒരു വിലയിരുത്തൽ. ഇന്നിപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയത് സഭയിൽ ഉന്നയിക്കാൻ പോവുകയാണ് പ്രതിപക്ഷം. പെൻഷൻ മുടങ്ങിയതോടെ ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലായെന്നാണ് പ്രതിപക്ഷാരോപണം. സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരിന് സാധ്യതയുണ്ട്. അപ്പോഴും പെൻഷൻ അടക്കമുള്ളവ മുടങ്ങാനുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക വിവേചനമാണ് എന്ന പ്രതിരോധമായിരിക്കും സ്വാഭാവികമായും ഭരണപക്ഷം ഉയർത്താൻ സാധ്യതയുള്ളത്. ഇന്നലെ ഇടുക്കിയിലടക്കം സംസ്ഥാന ധനമന്ത്രി ബാലഗോപാലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് ജനത്തിൽ നിന്ന് പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ അകറ്റി എന്ന തരത്തിലുള്ള വിലയിരുത്തൽ പാർട്ടിയുടെ പല ഫോറങ്ങളിലുമുണ്ട്. ഇന്ന് പ്രതിപക്ഷം കൂടി അത് ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഭരണപക്ഷവുമായി കണക്കുകൾ വെച്ചുള്ള കളിയിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി റോഷി പാൽ നമുക്കൊപ്പം ചേരും. റോഷി, ഇന്നിപ്പോൾ നിയമസഭയിൽ ക്ഷേമ പെൻഷനാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ CPI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ ഈ ക്ഷേമ പെൻഷൻ അടക്കം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ചില പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ അത് എത്തിക്കാൻ സാധിക്കാതെ പോയത് പാർട്ടിയിൽ നിന്ന് അകറ്റി എന്ന തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്നിപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം എന്ത് പ്രതിരോധമായിരിക്കും തീർക്കുക? പഴയ ഉമ്മൻചാണ്ടി സർക്കാരിലെ 16 മാസത്തെ പെൻഷൻ എന്ന കണക്കായിരിക്കുമോ പറയുക? അതല്ല കേന്ദ്ര സർക്കാർ തരാനുള്ള 57,000 കോടി എന്ന കണക്കായിരിക്കുമോ പറയുക പ്രതിരോധമായി? അരുൺകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ കാരണമായി ഇടതുപക്ഷം തന്നെ CPI ആയാലും CPM ആയാലും വിലയിരുത്തുന്നത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം തന്ത്രപരമായി ഏറ്റെടുത്തുന്ന സഭയിൽ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. 6 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയാകുന്നു. ഇതുവഴി വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നു പെൻഷൻ വാങ്ങേണ്ടവർ. അവർ ദുരിതത്തിലാണ്. അവർക്ക് മരുന്ന് വാങ്ങാൻ പോലും പണമില്ല എന്ന ആക്ഷേപം തുടർച്ചയായി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. നിരാലംബരെ സർക്കാർ വഞ്ചിക്കുകയാണെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തി തന്നെയാണ് ഇന്ന് സഭയ്ക്കകത്ത് വിഷയം ഉയർത്തുക. ഏതായാലും ഈ കടുത്ത പ്രതിഷേധം സഭയ്ക്കകത്ത് ഈ വിഷയത്തിൽ ഉയർത്താൻ സാധ്യത. കാരണം ഇത് നേരിട്ട് വലിയൊരു വിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ധനവിനിയോഗ ബില്ലിന്റെ പ്രസംഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയവും സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതാണ്. ഏതായാലും ആ സമാനമായ വിഷയം തന്നെ ഉയർത്തി ശക്തമായ പ്രതിഷേധത്തിനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിനൊപ്പം തന്നെ ഇന്ന് സബ്മിഷനായി ഈ വന്ദേ ഭാരതിന് വേണ്ടി മറ്റ് തീവണ്ടികൾ തടഞ്ഞിടുന്ന വിഷയം ശ്രദ്ധയിൽപ്പെടുന്നു. നമുക്കറിയാം, വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയതിന് ശേഷം പ്രധാനപ്പെട്ട ആ സമയത്ത് ഓടുന്ന തീവണ്ടികളൊക്കെ മണിക്കൂറുകളോളം പിടിച്ചിടുന്ന ഒരു പതിവുണ്ട്. അത് യാത്രക്കാർക്ക് വലിയ ദുരിതമുണ്ടാക്കുന്നു എന്ന ഒരു ആരോപണം പരക്കെ ഉയർന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ സർക്കാർ പെടുത്തണം എന്ന ആവശ്യം ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ഓക്കെ റോഷിപാൽ, താങ്ക് യു. അപ്പോൾ ഇന്ന് നിയമസഭയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിയമസഭയ്ക്ക് പുറത്ത് മാർച്ചുണ്ട്. അത് കാത്തലിക് അസോസിയേഷൻ നടത്തുന്ന മാർച്ചാണ്. ആ മാർച്ചിൽ ഇന്നിപ്പോൾ വിക്ടർ അടക്കമുള്ളവരുടെ മുതലപ്പുഴയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുക. വിഴിഞ്ഞത്ത് സർക്കാർ പരവതാനി വിരിക്കുന്നു, മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്നു എന്നതാണ് ഇന്ന് നിയമസഭാ മാർച്ച് നടത്തുന്ന ലത്തീൻ കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അത് ഒരു ഭാഗത്ത് നടക്കും. സഭയ്ക്കുള്ളിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷം വിചാരണയും ചെയ്യും. അപ്പോൾ ഭരണപക്ഷം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ക്ഷേമ പെൻഷന്റെ വിഷയം നേരിടാൻ പോകുന്നത് എന്നതറിയണം.